അല്ല, നിങ്ങൾ കേരളമാകമാനം നടക്കുന്ന ഇത്തരം പ്രശ്നങ്ങളെക്കുറിച്ച് ഒന്ന് കൂട്ടി വായിക്കണം. മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഒരു കാലത്തും ഉണ്ടാകാത്ത വണ്ണമുള്ള തുറന്നു പറച്ചിലുകളുടെ കാലമാണിത്. ആ പാർട്ടിയിൽ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യം വളരെ കുറവാണ്. അഭിപ്രായം പറയുന്നവന്റെ കാര്യം പോക്കാണ്. നമ്മൾ കണ്ടതാണ് പല ആളുകൾ. പക്ഷെ ഇപ്പോൾ ഈ പാർട്ടിയെ രക്ഷപ്പെടുത്താൻ പറഞ്ഞേ പറ്റൂ എന്ന് മനസ്സിലാക്കിയിട്ട് അഭിപ്രായം പറയാൻ ആളുകൾ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലത്തെ കൺവെൻഷനിൽ സ്വാഭാവികമായിട്ടൊരു പാർട്ടി പ്രവർത്തകന്റെ ചോദ്യമാണ് ഒരു ചോദ്യം ചോദിക്കാൻ. ഇപ്പൊ ഞങ്ങളൊക്കെ പ്രസംഗിക്കുമ്പം ഇഷ്ടംപോലെ ചോദ്യം ചോദിക്കാറുണ്ട്. അപ്പൊ വീട്ടിൽ പോയി ചോദിക്കാനാ പറയുന്നത്. അപ്പൊ മുഖ്യമന്ത്രിക്ക് പരാജയം ശരിയായിട്ടും മനസ്സിലായ മുഖ്യമന്ത്രിക്ക് സമനില തെറ്റിയിരിക്കുകയാണെന്ന് ഇനി ഇതിനപ്പുറം വലിയ തെളിവ് വേണോ? ഇത് സമനില തെറ്റിയ പരാമർശമാണ്. സാധാരണഗതിയിൽ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും മുഖ്യമന്ത്രിയെ മോശമായിട്ട് പറഞ്ഞാൽ നമ്മുടെ മുഖ്യമന്ത്രി പറയാറുണ്ട് അയാളുടെ മനോനില പരിശോധിക്കണമെന്ന്. ഇത് മുഖ്യമന്ത്രിയുടെ തന്നെ വാക്കുകളാണ്. പാർട്ടി സഖാക്കൾ ആർക്കെങ്കിലും പാർട്ടിയോട് താല്പര്യമുണ്ടെങ്കിൽ അവർ ചോദിക്കണം മുഖ്യമന്ത്രിയോട്, അങ്ങയുടെ മനോനില ഒന്ന് പരിശോധിക്കണമെന്ന്. ആ രീതിയിലാണ് മുഖ്യമന്ത്രിയുടെ പരാമർശം. ഇവിടെ സുധാകരനെതിരെ ഇപ്പൊ അതിനോട് സുധാകരന്റെ ഇതിലായിട്ടുള്ള പ്രയോഗത്തെക്കുറിച്ച്, ചെറ്റത്തരം എന്ന പ്രയോഗത്തെക്കുറിച്ച് പുതിയ ഡെഫിനേഷൻ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് CPM നേതാക്കന്മാർ. ഇന്നലെ AK ബാലന്റെ സ്റ്റേറ്റ്മെന്റ്, വിജയരാഘവന്റെ സ്റ്റേറ്റ്മെന്റ്, അതിന്റെ ഒരു ഡെഫിനിഷൻ എന്താണ്? ചെറ്റത്തരം, ആ ചാടുകയാണ്. ഇന്നലെ വേറെ ഒരാൾ ഇന്നിപ്പം ബാലൻ പറഞ്ഞിരിക്കുന്നത് തെറ്റല്ല, രണ്ടും രണ്ടാണ്, ചെറ്റയും ചെറ്റത്തരവും രണ്ടാണ്. അപ്പൊ കമ്മ്യൂണിസ്റ്റുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി ഇത്തരം ഭാഷാപ്രയോഗങ്ങളുടെ ഡെഫിനിഷൻ, നിർവചനം കണ്ടുപിടിക്കലാണ്. താൻ പ്രകോപിപ്പിച്ചുകൊണ്ടല്ലേ? പ്രകോപനപരമായിട്ട് നിങ്ങൾ ഓരോന്നും കുത്തി ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ അദ്ദേഹം വേറെ ഒന്നും പറഞ്ഞില്ലല്ലോ. അദ്ദേഹം പറഞ്ഞു അത്രേ ഉള്ളൂ. ഞാൻ അങ്ങനെ പറയാറില്ല. മുഖ്യമന്ത്രി പറഞ്ഞാലും ആര് പറഞ്ഞാലും കുഴപ്പം തന്നെയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, മുഖ്യമന്ത്രി അധികാര സ്ഥാനത്തിരിക്കുന്ന ആളാണ്. മുഖ്യമന്ത്രി അധികാര സ്ഥാനത്തിരിക്കുന്ന ആളാണ്. കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് മാതൃകയാകേണ്ട നേതാവാണ്. നിങ്ങൾ മുഖ്യമന്ത്രിയെയും മറ്റുള്ളവരെയും താരതമ്യപ്പെടുന്നത്, സുധാകരനെ നിങ്ങൾ പ്രകോപിപ്പിച്ച് വാചകം പറഞ്ഞു, അത് അത്രയേ ഉള്ളൂ. അത് രണ്ടും കൂടെ താരതമ്യം ചെയ്യേണ്ട. മാധ്യമപ്രവർത്തകരോട് പെരുമാറുന്ന കാര്യത്തിൽ നമുക്കറിയാം നിങ്ങളുടെ ഒരു കൺസേൺ ഞാൻ മനസ്സിലാക്കുന്നു. സംശയം എന്താ? അവർക്ക് അവിടെ മാത്രമല്ല, നിങ്ങളുടെ ആലപ്പുഴ ജില്ലയിലെ റിസൾട്ട് എടുത്ത് നോക്കിക്കോ. ഇപ്രാവശ്യം വലിയ മാറ്റമാണ് ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. കാരണം നമ്മൾ പ്രതീക്ഷിച്ചതിലപ്പുറം സീറ്റുകളുമായിട്ട് UDF ആലപ്പുഴയിൽ വിജയിക്കും. അതിന്റെ പേടിയാണ്, സുധാകരൻ ജയിക്കുമെന്നുള്ള പേടിയാണല്ലോ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വ്യക്തത വരും രാജാകാരൻ. ആ കൺവെൻഷൻ അതൊക്കെ വരും. ആ കൺവെൻഷൻ ഒന്ന് കേട്ടു നോക്കുക. അപ്പോൾ വ്യക്തത കൃത്യമായിട്ട് വരും. അല്ല, അദ്ദേഹത്തിന്റെ നിലപാട് അദ്ദേഹം പറയും, UDFന്റെ നിലപാട് UDF പറയും. അത് ഇന്ന് വ്യക്തമാവും കൃത്യമായിട്ട്. അല്ല, വഴികളിലെത്തുന്നുണ്ടോ അല്ലല്ല ചോദ്യമല്ല. ഈ കേരളത്തിൽ ഉയർന്നു വരുന്ന UDF അടക്കമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഉയർത്തിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ഉയർത്തുന്നുണ്ട്. അല്ല, അത് ഇവിടെ മാത്രമല്ല. ഇപ്പം കണ്ണൂർ TK പോകുന്നുണ്ട്, ആയിഷ പോറ്റി മുതൽ തുടങ്ങിയത്. ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞത് അതാണ്. CPM ഒരു കാലത്തും ഉണ്ടാകാത്ത വണ്ണം ആളുകൾ ചോദ്യം ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതാണ് ഇന്നലെ ഒരു കൺവെൻഷനിൽ വെച്ച് മുഖ്യമന്ത്രിയോട് ഒരു പാർട്ടി പ്രവർത്തകൻ ചോദ്യം ചോദിക്കുന്ന അവസ്ഥ വന്നത്. അത് ഒരു നല്ല ലക്ഷണമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ ചോദ്യം ചോദിക്കുന്ന ഒരു അവസ്ഥ പാർട്ടിയിൽ ഉണ്ടാവുന്നത് നല്ല ലക്ഷണമാണ്. ഞങ്ങൾക്കാർക്കും മാർക്സിസ്റ്റ് പാർട്ടി തകർന്നു പോകണമെന്ന് ആഗ്രഹമുള്ളവരല്ലല്ലോ, അതില്ലാതാവണമെന്ന് ആഗ്രഹിക്കുന്നവരല്ലല്ലോ. പക്ഷെ ഈ പോക്ക് പോയാൽ അവർ തന്നെ അത് തകർക്കും. അതിൽ ആശങ്കയുള്ള സഖാക്കളാണ് ഈ ചോദിക്കുന്നതും ചോദിക്കുന്നവനെ പുറത്താക്കുകയും ഒക്കെ ചെയ്യുന്ന അന്തരീക്ഷം ഉണ്ടാവുന്നത്. ഞാനത് കണ്ടില്ല. ആലപ്പുഴ ബൈപ്പാസ് അദ്ദേഹം പൊതുമരാമത്ത് മന്ത്രിയായിരുന്നല്ലോ അക്കാര്യത്തിൽ. കേരളവും പിന്നെ ഇന്ത്യ ഗവൺമെന്റും തമ്മിൽ സംയുക്തമായിട്ട് ചെലവ് ഷെയർ ചെയ്തുകൊണ്ട് നടത്തിയ ആദ്യത്തെ പ്രോജക്റ്റാണ് അതൊന്നും. അന്ന്
ഞങ്ങൾ മുൻകൈ എടുത്ത് നടപ്പിലാക്കിയ പദ്ധതിയായിരുന്നു ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്ത്. പിന്നീട് അദ്ദേഹമായിരുന്നു പൊതുമരാമത്ത് മന്ത്രി. അദ്ദേഹം ശുഷ്കാന്തിയോടെ അത് പൂർത്തീകരിക്കാൻ സഹായിച്ചു. അത് ഞാൻ പല വേദിയിലും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം പറയാൻ സാധ്യതയുള്ളൂ എന്നാണ് എന്റെ വിശ്വാസം. ഓക്കെ, പൂർത്തീകരിച്ച ആ കാലത്താണ് തുടങ്ങിയത് ഞങ്ങളാ.